എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചിഞ്ചു ചന്ദ്ര. ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സെലനോളജി. രണ്ടാമത്തെ ചോദ്യം: ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത്? ഉത്തരം ചന്ദ്രൻ. അടുത്ത ചോദ്യം: ചന്ദ്രൻ്റെ എത്ര ശതമാനമാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ദൃശ്യമാകുന്നത്? ഉത്തരം 59%. അടുത്ത ചോദ്യം: ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നതെന്ന്? ഉത്തരം ജൂലൈ 21. അടുത്ത ചോദ്യം: മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷമേത്? ഉത്തരം 1969. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ, അതായത് അപ്പോളോ 11 എന്ന ദൗത്യത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വിക്രം സാരാഭായ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ വ്യക്തി ആര്? ആരാണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത്? ഉത്തരം നീൽ ആംസ്ട്രോങ്. അടുത്ത ചോദ്യം: ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി ആര്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. അടുത്ത ചോദ്യം: മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലെത്തിയ പേടകത്തിലിരുന്ന് കൺട്രോൾ റൂം നിയന്ത്രിച്ച വ്യക്തി ആര്? ഉത്തരം മൈക്കൽ കോളിൻസ്. അടുത്ത ചോദ്യം: നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ സ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. അടുത്ത ചോദ്യം: ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം: ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ചാന്ദ്രദൗത്യമേത്? ഉത്തരം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISRO ചെയർമാൻ ജി മാധവൻ നായരായിരുന്നു. അടുത്ത ചോദ്യം: ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ എം അണ്ണാദുരൈ. മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും എം അണ്ണാദുരൈയാണ്. അടുത്ത ചോദ്യം: ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്ന്? 2019 ജൂലൈ 22. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. അടുത്ത ചോദ്യം: ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയതെന്ന്? ഉത്തരം 2023 ഓഗസ്റ്റ് 23. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനമായി ഓഗസ്റ്റ് 23 ആചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത്. ചോദ്യം: ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം എസ് സോമനാഥ്. അടുത്ത ചോദ്യം: മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഷാക്കിൾട്ടൺ ഗർത്തം. അതായത് ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയുമായി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിച്ച ചന്ദ്രയാൻ 1ലെ ഒരു പേടകമാണ് മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. അത് ചന്ദ്രനിൽ പതിച്ച ആ സ്ഥലത്തെ പറയുന്ന പേരാണ് ഷാക്കിൾട്ടൺ ഗർത്തം. അടുത്ത ചോദ്യം: ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തത്തിൻ്റെ പേരെന്ത്? ഉത്തരം ബെയ്ലി. അടുത്ത ചോദ്യം: ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ആദ്യത്തെ രാജ്യമേത്? ഇന്ത്യ. അടുത്ത ചോദ്യം: സുരക്ഷിതമായി പേടകം ചന്ദ്രനിൽ ഇറക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 4ാമത്തെ. ആദ്യമായി അമേരിക്ക, പിന്നെ റഷ്യ, ചൈന എന്നിവർക്ക് ശേഷം 4ാമതായി സുരക്ഷിതമായി പേടകം ചന്ദ്രനിൽ ഇറക്കിയ രാജ്യമായി ഇന്ത്യ മാറി. അടുത്ത ചോദ്യം: ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ നിറം എന്താണ്? ഉത്തരം കറുപ്പ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ഉത്തരം 1.3 സെക്കൻഡ്. അടുത്ത ചോദ്യം: ബഹിരാകാശത്തെത്തുന്ന എത്രാമത്തെ വ്യക്തിയാണ് ശുഭാംശു ശുക്ല? ഉത്തരം 634. അടുത്ത ചോദ്യം: ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം വി നാരായണൻ.
അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഭൂമിയിലെ എത്ര ദിവസങ്ങൾക്ക് തുല്യമാണ് ചന്ദ്രനിലെ ഒരു പകൽ സമയം? ഇത് ലൂണാർ ഡേ എന്നറിയപ്പെടുന്നു. ഇത് എത്ര ദിവസമായിരിക്കും? ഉത്തരം ഏകദേശം 29.5 ഭൗമദിനങ്ങൾ. അടുത്ത ചോദ്യം. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന പാറപ്പൊടിയും മണ്ണും അടങ്ങുന്ന പ്രത്യേക പാളിക്ക് പറയുന്ന ശാസ്ത്രീയ നാമം എന്ത്? ഉത്തരം റഗോലിത്ത്. അടുത്ത ചോദ്യം. ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണയാണ് വലയം വയ്ക്കുന്നത്? ഉത്തരം 13.4 തവണ. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിൻ്റെ പേരെന്ത്? ഉത്തരം ശിവശക്തി പോയിന്റ്. അടുത്ത ചോദ്യം. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂരു. 1969 ഓഗസ്റ്റ് 15-നാണ് ISRO സ്ഥാപിതമായത്. ആസ്ഥാനം ബാംഗ്ലൂർ. അടുത്ത ചോദ്യം. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമേത്? മോൺസ് ഹ്യൂജൻസ്. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.